ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇങ്ങനൊരു മീറ്റിംഗിൽ സംബന്ധിപ്പാനിടയായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു സഹോദരന്റെ തുല്യം ഞാൻ വളരെ ബഹുമാനിക്കുന്ന ദൈവവേലയിൽ വളരെ ശക്തിയോടുകൂടെ ഈ കാലത്തിൽ, പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വളരെ ആർജവത്തോടുകൂടെ ദൈവത്തിന്റെ വേലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ഷൈജു അവരുകളെ ഓർത്ത് ദൈവത്തിൽ സ്തോത്രം ചെയ്യുകയാണ്. ഒത്തിരി നല്ല നല്ല മീറ്റിങ്ങുകൾ ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമിലൂടെ നടത്തപ്പെടുവാനും ഫേസ്ബുക്കിലൂടെ ചെയ്യുവാനൊക്കെ തന്റെ ദാസനെ അഭിഷേകം ചെയ്തു. ആമേൻ. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ചിലരെ ദൈവം കണ്ടിട്ടുണ്ട്. ആമേൻ. അവർ എഴുന്നേറ്റെങ്കിൽ മാത്രമേ ചിലതൊക്കെ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഈ കാലത്ത് പലരും ഉറങ്ങിപ്പോയ അനുഭവങ്ങളുണ്ട്, ദൈവകൃപ വിട്ടുപോയ അനുഭവങ്ങളുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ മറഞ്ഞു കിടന്നതിനെ പുറത്തു കൊണ്ടുവന്ന ഒരു കാലഘട്ടമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒത്തിരി പേരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ഒത്തിരി സന്തോഷമുണ്ട്. തൻ്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ ദൈവം ആദരിക്കട്ടെ, മാനിക്കട്ടെ. അതുപോലെ ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരന്മാർ, ചർച്ച് ഗോഡിലെ YP ഡിപ്പാർട്ട്മെന്റിൽ എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാര്, പ്രിയ പാസ്റ്റർ ബിനു കെ അവറുകൾ കുടുംബമായിട്ട് ഈ മീറ്റിംഗിൽ ഉള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അവരും ഈ കോവിഡിന്റെ പ്രയാസത്താൽ ഭാരപ്പെട്ടുവെങ്കിലും മരണത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി തൻ്റെ കുടുംബത്തെ ദൈവം വിടുവിച്ചതിന് പ്രത്യേകം ആമേൻ ദൈവത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യണം. അതുപോലെ ഇവിടെ KV ജോസഫ് പാസ്റ്റർ, അവരുടെ കുടുംബങ്ങൾ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അനുഗ്രഹീതനായ ദൈവദാസനാണ് KV ജോസഫ് പാസ്റ്റർ. അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റുള്ള ഇതര ദൈവദാസന്മാർ പലരും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. ആമേൻ. നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന. ഒട്ടും സമയം കളയാതെ ഈ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് നൽകി തന്ന സന്ദേശത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. ദൈവ തമ്പുരാൻ നമ്മെ ഒരു നാൾ കൈവിടുന്ന ദൈവമല്ല. അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നില്ലെങ്കിലും സ്തോത്രം, ഓരോ വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം ഈ മീറ്റിംഗ് കൊണ്ട് ദൈവ തമ്പുരാൻ ഉദ്ദേശിക്കുന്നത്. രക്തത്താൽ ജയം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശമരിയിൽ വലിയ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്ന ഒരു സമയമാണ്. ആമേൻ. ഒത്തിരി ജനക്കൂട്ടം, ഒത്തിരി പേര് അഭിനന്ദിക്കാനായിട്ടുണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടത്തുന്നു. അതിന്റെ നടുവിലാണ്, ആ സമയത്താണ് ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞത് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകുവാനായിട്ട്. സ്തോത്രം. ഒറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണ് ദൈവം തമ്പുരാൻ അവിടെ അയച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മീറ്റിംഗ് ആരൊക്കെയോ ദൈവം കണ്ടിട്ടുണ്ട്. അവരെ ദൈവം ഈ കാലത്ത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. വളരെ ശക്തമായിട്ട് ആത്മനിയോഗത്തോടുകൂടെ ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി, ഒരു വലിയ ദൈവിക സാന്നിധ്യം, ഒരു വലിയ ദൈവ അനുഗ്രഹം നമ്മുടെ മേൽ പിന്നെയും പകരുക തന്നെ ചെയ്യും. കർത്താവിന്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേലും പകരുവാനിടയായി തീരട്ടെ. സ്തോത്രം. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമാണ്. സ്തോത്രം. അതിന് ആധാരമായി കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ.
മതി. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് നീ നൽകുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ജീവന്റെ വചനം, അനുഗ്രഹീതമായ ദൈവ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കിയ ദൈവം തീർക്കണമേ. അപ്പച്ച, അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്ന സകല ദൈവമക്കളെയും ഒരുപോലെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ദൈവകൃപയോടുകൂടെ ദൈവപാദപീഠത്തിൽ നമുക്ക് ആയിരിക്കാം. മഹാദൈവത്തിന് വേണ്ടി ആമേൻ ചലിക്കട്ടെ. ആത്മശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ ആശംസിക്കുന്നു. ആമേൻ. വേദപുസ്തകം എല്ലാവരും എടുക്കണം. കൊലോസിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയതിൽ 3 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനമാണ്. ഈ കാരാഗ്രഹ ലേഖനം എഫെസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം. എന്നാൽ ആമേൻ കൊലോസ്യർക്ക് എഴുതിയ ആമേൻ ലേഖനത്തിൽ നിന്നാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം പറയുന്നത്, ആമേൻ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളെല്ലാവരും അറിവുള്ളവരാണ്. ആമേൻ. ഈ ലോക സാമ്രാജ്യത്തെ മുഴുവനും ആമേൻ ആരൊക്കെ ഏത് വിധത്തിൽ വെട്ടിപ്പിടിച്ചോ അവരെല്ലാം പരാജയപ്പെട്ട അവസാനം നീങ്ങിയപ്പോൾ ഇതാ യേശു കർത്താവ് ആമേൻ 33 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചു. 30-ാം വയസ്സിൽ യോർദാനിൽ യോഹന്നാൻ സ്നാപകന്റെ കയ്യാൽ സ്നാനമേറ്റു. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി. ആമേൻ. പിതാവ് തന്നെ പരമേൽപ്പിച്ചതായ ആ ഉത്തരവാദിത്വം, ആ ഡ്യൂട്ടി ആമേൻ 33 തിരുവയസ്സ് വരെ ജീവിച്ചുകൊണ്ട് പൂർത്തീകരിക്കുവാനിടയായി. സകല നിവൃത്തിയായ പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക് ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവും ആമേൻ ദൈവസന്നിധിയിലേക്ക് ഇതാ പിതാവിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണ്ടേ. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ദൈവമക്കളാണ് ഓരോരുത്തരും. ഇതിൽ നിന്ന് ചില ആലോചനകൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. പൗലോസ് ചില സഭയ്ക്ക് ആമേൻ ലേഖനം എഴുതുന്ന പല ഭാഗങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്, ഒരു കാര്യമാണ്. എന്നാൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടോ? ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടോ? ഞാൻ അല്പം കൂടെ ശബ്ദം കൂട്ടുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. വാസ്തവത്തിൽ യേശു ക്രിസ്തുവിന്റെ ലേബൽ നെറ്റിയിൽ എഴുതിക്കൊണ്ട് നടക്കാനല്ല. യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആമേൻ ക്രിസ്തുവിനെ ലേബലാക്കാനല്ല, ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ച് നടക്കുന്നവരാണ്. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളിൽ ആയിരിക്കുന്നവരാണ്. ഇനി അടുത്തൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഇനി ശ്രദ്ധിക്കൂ. റോമ സഭയുള്ള ബന്ധത്തിൽ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങളെ കുറിച്ചുള്ള പ്രസക്തി ലോകം മുഴുവനും അറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചുള്ള പ്രസക്തി ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു. എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുകയാണ്. ഫിലിപ്പിയ സഭയുള്ള ബന്ധത്തിൽ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്, എന്റെ ബുദ്ധിമുട്ട് തീർത്ത ഒരു സഭയാണെന്നാണ്. തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ തെസ്സലോനിക്ക സഭയുള്ള ബന്ധത്തിൽ നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുകയാണ്. അടുത്തത് ഗലാത്യ സഭയുള്ള ബന്ധത്തിൽ ആമേൻ ലേഖനം എഴുതുമ്പോൾ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ കുറിച്ച് കേട്ടതിൽ എനിക്ക് വിഷമം തോന്നിയിരിക്കുന്നു. റോമാസഭയോട് പറയുന്നത്, നിങ്ങളെ കുറിച്ചുള്ള പ്രസക്തി ഏറ്റവും വലുതാ. എഫെസോസ് സഭയുള്ള ബന്ധത്തിൽ പറയുന്നത്,
ആമേൻ, നിങ്ങളുടെ വിശ്വാസം വലുതെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഫിലിപ്പിയ സഭയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്റെ ബുദ്ധിമുട്ട് തീർത്ത, അനേകരുടെ ബുദ്ധിമുട്ട് തീർത്ത സഭയാ. എന്നാൽ തെസ്സലോനിക്ക സഭയോട് പറയുന്നത് സ്നേഹത്തിന്റെ ആഴം നിറഞ്ഞിരിക്കുന്ന ഒരു സഭയാ. പക്ഷേ ഇതാ ഗലാത്യ സഭയോട് പറയുന്നത്, ഗലാത്യ സഭയിലെ ദൈവജനത്തോട് പറയുന്നത് എന്താണ്? ആമേൻ, നിങ്ങളെ കുറിച്ച് എനിക്ക് വിഷമം തോന്നുകയാണ്. എന്താണ് വിഷമം? ആമേൻ, അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നതാണോ? അവരുടെ ജീവിതത്തിൽ പ്രതികൂലം വന്നതാണോ? അവരുടെ ജീവിതത്തിൽ ആമേൻ യേശുവിനെ അംഗീകരിച്ചത് കൊണ്ട് ഏറ്റവും പ്രതികൂലം അനുഭവിച്ചത് കൊണ്ടുള്ള കഷ്ടതയും വേദനയുമാണോ? എന്തുകൊണ്ടാണ് പൗലോസിന് ഇത്രയും വേദനയുണ്ടായത്? ഇത്രയും ഭാരം പൗലോസിനുണ്ടായത് എന്തുകൊണ്ട്? നിങ്ങൾ എല്ലാവരും കേൾക്കണം. ആമേൻ, ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു സഹായിക്കാമോ? എന്തുകൊണ്ടാണ് പൗലോസിന് വിഷമമുണ്ടായത്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിഷമമുണ്ടായ കാരണം എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ ഇന്നു നിങ്ങളുടെ അടുക്കലിരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. ആമേൻ, ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. എന്താ കാരണം? ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലില്ല. ഹല്ലേലൂയ. പാട്ടുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥന, ആമേൻ, എല്ലാ നിലയിലുമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ക്രിസ്തു ഉള്ളിലില്ല. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയം. പ്രിയമുള്ളവരെ, എന്തൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ക്രിസ്തു നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ എല്ലാം ശൂന്യമാകട്ടോ. രക്തത്താൽ ജയം. ആമേൻ. എന്തൊക്കെ ഈ ഭൂമിയിൽ ആമേൻ നമുക്ക് ഉണ്ടെങ്കിലും ക്രിസ്തു നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷേ ഈ ഭൂമിയിൽ മറ്റുള്ളവരെ പോലെ വലിയ വീടില്ലെങ്കിലും, മറ്റുള്ളവരെ പോലെ വലിയ വാഹനത്തിൽ നിനക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും, മറ്റുള്ളവരെ പോലെ നിനക്ക് അവൻ ഈ ഭൂമിയിൽ വേണ്ട വിധത്തിലുള്ള നന്മകൾ മറ്റുള്ളവർ മുമ്പിൽ പ്രകസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഹല്ലേലൂയ, ക്രിസ്തു ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിഷയത്തിലേക്ക് വേഗം വരാൻ പോകുകയാണ്, ശ്രദ്ധിക്കണം. ആമേൻ. ഇന്ന് പലരും വർഷങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, വർഷങ്ങളായി ദൈവവിശ്വാസിയായി ജീവിക്കുന്നു. പക്ഷെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ക്രിസ്തു നമ്മളിൽ കാണുന്നില്ല. ഇനി അടുത്ത കേൾക്കുക. ഈ സഭയെ നമുക്ക് ഒന്നെടുത്തതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വേഗം വരാം. ആമേൻ. ഈ സഭയുടെ ഗുണങ്ങൾ ഞാൻ പറയാം. ഗലാത്യ സഭയുടെ ഗുണങ്ങൾ പറയാം. ആമേൻ. സുവിശേഷം കൈക്കൊണ്ട സഭയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ആമേൻ. നിങ്ങൾ വായിക്കണ്ട, എഴുതിയെടുക്കുക. വേഗത്തിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. സുവിശേഷം കൈക്കൊണ്ട സഭയാണ്. 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. ആമേൻ. ഒരിക്കൽ യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന സുവിശേഷം, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ ആ സുവിശേഷം കൈക്കൊണ്ട സഭയാണ് ഈ സഭ. 2 തീർന്നില്ല, സ്നാനം സ്വീകരിച്ച സഭയാണ്. 3-ാം അധ്യായം 27-ാമത്തെ വാക്യം. 3-27-ാമത്തെ വാക്യം. സ്തോത്രം. അല്പസമയങ്ങൾ വചനം ചിന്തിക്കുന്നത് നല്ലതാണ്, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കുക. 2-ാമത് സ്നാനം സ്വീകരിച്ച സഭയാണ്. യേശുവിനെ ധരിച്ചവരാണ് ഈ സഭ. 3-ാമത് 3:15 ആത്മാവിനെ ലഭിച്ചിട്ടുള്ള സഭയാണ്. ആത്മാവിനെ ലഭിച്ചിട്ടുള്ള സഭയാണ്. 4-ാമത് ദൈവദാസന്മാർക്ക് വേണ്ടി ജീവൻ കൊടുത്തു നിൽക്കുന്ന സഭയാണ്. 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അതൊന്ന് വായിച്ച് സഹായിക്കാമോ? ദൈവദാസന്മാർക്ക് വേണ്ടി ജീവൻ കൊടുത്തു നിൽക്കുന്ന സഭ. 4:15. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നത് ഞാൻ സാക്ഷി. കേട്ടോ, ദൈവദാസന്മാർക്ക് വേണ്ടി കണ്ണുപോലും ചൂന്നെഴുന്ന് കൊടുക്കുവാൻ വേണ്ടി അത്രയും ദൈവദാസന്മാർക്ക് വേണ്ടി ജീവൻ കൊടുത്തു എന്നൊരു സഭയാ ഗലാത്യ സഭ.
ഇത്രയും ക്വാളിറ്റിയുള്ള സഭ, സുവിശേഷം കൈക്കൊണ്ട സഭ, സ്നാനപ്പെട്ട സഭ, ആത്മാവിനെ കൈക്കൊണ്ട സഭ, ദൈവദാസന്മാർക്ക് വേണ്ടി ജീവൻ കൊടുത്ത സഭ, ഇത്രയും ക്വാളിറ്റിയുള്ള സഭയെ നോക്കി പറയുകയാണ് പൗലോസ്, ക്രിസ്തുവില്ല. ഇത്രയും ക്വാളിറ്റി ഉണ്ട് ഈ സഭയ്ക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. എത്ര പേർക്ക് ആമേൻ ഹല്ലേലൂയ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? പഴയ കാലത്ത് സ്തോത്രം നല്ല കെട്ടിടങ്ങളില്ലായിരുന്നു. പഴയ കാലത്ത് നല്ല മാർബിളിട്ട തറയില്ലായിരുന്നു, ചാണകമൊഴുകിയ തറയായിരുന്നു, കീറിയ പായിലായിരുന്നു. ഞാൻ എന്റെ അനുഭവം പറയാം. സ്തോത്രം, ഞങ്ങൾ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് 3000 കുടുംബങ്ങൾ കൂടുന്ന കത്തോലിക്ക പള്ളിയിൽ നിന്നാണ് ഈ ഒരു പ്രാർത്ഥന സ്ഥലത്തേക്ക് പോയത്. സത്യത്തിൽ പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ കുറച്ച് പാവപ്പെട്ട കുറച്ച് സഹോദരിമാര്, ഒരു ഓലമേഞ്ഞ ഷെഡ്, ചാണകമൊഴുകിയ തറ, 2-3 വചന ബോർഡുകൾ പല സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാല് അവിടെ ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠന് മഞ്ഞപ്പിത്തം രോഗത്താൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരികെ വിട്ടിരിക്കുക. ഇനി രക്ഷയില്ല. ഞങ്ങൾ 8 മക്കളാ പ്രിയമുള്ളവരെ, 6 ആണും 2 പെണ്ണും. ഞങ്ങൾ വളരെ, എന്റെ മൂത്ത സഹോദരൻ, എന്റെ അപ്പന് പകരം എന്റെ മൂത്ത സഹോദരനാ എന്റെ അപ്പൻ. ഞങ്ങളുടെയൊക്കെ എന്റെ 3.5 വയസ്സ് പ്രായത്തിലാണ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. അങ്ങനെ ഏറെ കഷ്ടതയിലൂടെ വളർന്നു വന്ന സമയമാണ് എന്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു രോഗം പിടിപെട്ടത്. മരണത്തിന്റെ വക്കിലെത്തുവാനിട്ടിടയായി. എന്നാൽ ഞാൻ പറയട്ടെ, ആ പ്രാർത്ഥന സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ പള്ളിക്കകത്ത് നോക്കിയാൽ മാർബിളിട്ട തറയുണ്ട്. വലിയ മോടി പിടിപ്പിച്ച പള്ളിയാണ്. നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്, നല്ല കൊയറുണ്ട്, നല്ല ലൈറ്റ് സിസ്റ്റം ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ വെറും ചാണകമൊഴുകിയ തറയും കീറിയ പായും. ആ വലിയ പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും അതിന്റെ അകത്തില്ല. ഒരു പാസ്റ്ററും അവിടെ കുറച്ച് സഹോദരിമാരും ഇവിടെ ഉണ്ട്. ദേവദാസൻ പറഞ്ഞു, പാട്ടുപാടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണു തുറന്നായിരുന്നത്. ആദ്യമായിട്ട് പോവുകയാണ് പെന്തക്കോസ്ത് സഭയിൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ പോയതിന്റെ ഒരു ഗമയൊക്കെ ഉണ്ട്. വലിയ പള്ളിയല്ലേ, വലിയ പള്ളിയിലൊക്കെ പോയി വലിയ ഗമയായിട്ടിരിക്കുക. പക്ഷെ ചെറിയ പള്ളിയിൽ പോയപ്പോ, ആ പ്രാർത്ഥന സ്ഥലത്ത് പോയപ്പോൾ വലിയ പുച്ഛമായിട്ട് തോന്നി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അത്യന്ത ശക്തി ആ ചെറിയ ആ ഓലമേഞ്ഞ ആ പുരയിൽ അകത്ത് കയറി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്റെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മെഡിക്കൽ കോളേജിൽ നിന്ന് തിരികെ വിട്ടതായ എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ മഞ്ഞപ്പിത്ത രോഗം എവിടെ പോയെന്നറിയത്തില്ല. ശരീരത്തിൽ ദൈവ സ്പർശനം വെളിപ്പെടുവാനായിട്ടിടയായി. ഇടയ്ക്ക് വെച്ചൊരു പ്രോബ്ലമായി. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പോയി കടന്നു വന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പാട്ടുപാടി ആരാധിക്കുന്ന സമയത്ത് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ആമേൻ. മെഡിക്കൽ കോളേജിൽ തിരികെ വിട്ട എന്റെ ജ്യേഷ്ഠന്റെ രോഗം എവിടെ പോയെന്ന് അറിയത്തില്ല. അത്ഭുത സൗഖ്യം അവിടെ വെളിപ്പെട്ടു വരുവാനിട്ടിടയായി. ഹല്ലേലൂയ. അന്ന് മാർബിൾ തറയല്ലായിരുന്നു. സ്തോത്രം. കുത്തിയിരുന്ന ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേൽക്കുമായിരുന്നു. അന്ന് ഭൂതങ്ങൾ പുറത്തു പോകുമായിരുന്നു. സ്തോത്രം. ഏറ്റവും എന്തെങ്കിലും തടസ്സമായ വിഷയങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധി സ്തോത്രം ചെയ്താൽ, പഴയ കാലത്ത് മുട്ടിന്മേൽ ഇരുന്ന് ആത്മാവിലൊന്ന് ജാഗരിച്ചു കഴിഞ്ഞാൽ ഏത് മല പോലെയുള്ള വിഷയമായാലും മെഴുകുപോലെ ഉരുകി മാറുമായിരുന്നു. രക്തത്താൽ ജയം. ഹല്ലേലൂയ. പക്ഷേ അന്ന് ഇല്ലാത്ത പലതും ഇന്നുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. നല്ല കസേരയുണ്ട് കേട്ടോ ഇരിക്കാൻ, നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട് എന്ന് വേണ്ട സംവിധാനങ്ങൾ ഒത്തിരി കൂടി. സ്തോത്രം. ഇപ്പൊ വീട്ടിൽ ഇരുന്ന് കേൾക്കത്തക്ക രീതിയിൽ നല്ല മെസ്സേജുകൾ നാം കേട്ടുകൊണ്ടിരിക്കുക. വീട്ടിലെ സഭായോഗം എന്നുള്ളത് പവർവിഷൻ ചാനലിലൂടെ ഏറ്റവും ശ്രേഷ്ഠമായ മെസ്സേജുകൾ കേൾക്കുന്നു. ഏറ്റവും നല്ല ദൈവിക അനുഗ്രഹങ്ങൾ കാണുന്നു, നല്ല പാട്ടുകൾ കേൾക്കുന്നു. പക്ഷേ അന്നില്ല. അന്നുള്ള ഒന്ന് ഇന്നില്ല. എന്താണെന്നറിയാമോ? ദൈവ സാന്നിധ്യം, ദൈവിക വിടുതലുകൾ, ദൈവ പ്രവർത്തികൾ
പലയിടത്തും വിടുതലുകൾ നടക്കുന്നുണ്ടെങ്കിലും വേണ്ട വിധത്തിലുള്ള ദൈവപ്രവർത്തികൾ നടക്കുന്നില്ല. ഞാനേ തുവിയൂർ ദൈവസഭയുടെ ശുശ്രൂഷകനായി വന്നിട്ട് ഇത് 2ാം വർഷമാണ്. ഇവിടെ ആമേൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷിച്ച 32 വർഷം ഈ സഭയിൽ ശുശ്രൂഷിച്ച ഒരു ദൈവദാസനാണ് CK ഉമ്മച്ചൻ അവർ. അദ്ദേഹത്തിന് പെട്ടെന്ന് ആമേൻ ഈ കവിൾ തടത്തിൽ ക്യാൻസർ വന്നു. ക്യാൻസർ വന്നപ്പോൾ പലരും അന്ന് ക്യാൻസർ വന്ന് ആമേൻ മരിച്ചുപോയി. പക്ഷെ ഇദ്ദേഹം എന്നായിരുന്നു അറിയാമോ? ആ കവിളത്ത്, ക്യാൻസർ വന്ന കവിളത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ആമേൻ ആ സ്പോട്ടിൽ സൗഖ്യമാകാനിട്ടിടയായി. രക്തത്താൽ ജയം. സ്വോത്രം. ഇന്ന് ഒരു കൊതുകിനെ പോലെ മാറ്റാൻ പോലും ആമേൻ പലരെ കൊണ്ട് കഴിയുന്നില്ല. ആമേൻ ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയാം, ആത്മശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ലെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും? രക്തത്താൽ ജയം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. എന്റെ കർത്താവിന്റെ ചെവി മന്ദമായിട്ടില്ല. ഇന്നും ആത്മാർത്ഥതയോടെ വിളിച്ചാൽ ആമേൻ ആ വിളി കേൾക്കുന്ന സ്വർഗസ്ഥനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് ആമേൻ ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അവർ ചേർന്ന് ആമേൻ കരമുയർത്തി ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുക കേട്ടോ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദാവീദ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ കർത്താവേ. ദാവീദിനെ അറിയാം, നിസ്സാരം അനുസരണക്കേട് കാണിച്ചപ്പോൾ ശൗലിന്റെ ആത്മാവിനെ ദൈവാത്മാവിനെ മാറ്റി ദുരാത്മാവിനെ കയറ്റി കഴിഞ്ഞപ്പോൾ അവൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത് ദാവീദിന് നന്നായിട്ട് അറിയാം. ആമേനാവേ. എന്നാൽ ഇത്രയും വലിയ പാപം ചെയ്ത കാമേ എന്നോട് ദൈവമേ നീ കരുണ കാണിക്കണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഹല്ലേലൂയ. എന്റെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പുറമെ നോക്കിയാലൊന്നുമില്ല കേട്ടോ. പുറമെ നോക്കിയാൽ ഒരു കുഴപ്പമില്ല. വിശ്വാസിയായിട്ട് പാസ്റ്ററായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത്, ഹല്ലേലൂയ, നിന്റെ അകത്ത് പഴയ ആത്മാവിന്റെ പ്രവാഹമുണ്ടോ? ആത്മശക്തി നിന്റെ മേലുണ്ടോ? ആ പഴയ കാലത്ത് അനുഭവിച്ച ദൈവകൃപയുണ്ടോ? പഴയ കാലത്ത് അനുഭവിച്ച ദൈവ സാന്നിധ്യമുണ്ടോ? എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയൂ? ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ജിബിൻ എന്ന് പറഞ്ഞ ആമേൻ സ്തോത്രം. ജിബിൻ എന്ന് പറയുന്ന ആ കുടുംബത്തോട് പരിശുദ്ധ ആത്മാവ് പ്രിയ അമ്മച്ചിയോട് ആത്മാവ് ഇടപെടുകയാണ്. പ്രിയന്റെ മാതാവേ, നിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ മുട്ടിന്റെ പ്രാർത്ഥന, മുട്ടിന്മേലുള്ള പ്രാർത്ഥന, മുട്ടിലെ തേയ്മാനവും അതിന്റെ അനുഗ്രഹം നീ കണ്ടുകൊണ്ടിരിക്കുകയാ. പക്ഷെ ഇന്ന് പകൽ നിന്നെ തകർത്തു കളയാൻ, നിന്നെ വെല്ലുവിളിച്ച്, നിന്നെ പോരാടി, നിന്നെ നശിപ്പിച്ചു കളയാൻ പല പട്ടവും നോക്കിയതാ. പക്ഷെ ഇന്നും നിന്നെ ജീവനോടെ ഞാൻ നിർത്തിയിരിക്കാൻ കാരണം വീണ്ടും ചില വലിയ വിഷയത്തിന്റെ മേല് ചില പരിഹാരങ്ങൾ വരുത്തുവാനായിട്ടുണ്ട്. ഗോതമ്പ് പോലെ പാറ്റിക്കളയാൻ, നിന്റെ കുടുംബത്തിൽ ചിലതിനെ ഗോതമ്പ് പോലെ പാറ്റിക്കളയാൻ ശത്രു പലവട്ടവും പല പദ്ധതികൾ ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി വിട്ടുകൊടുക്കാതെ വണ്ണം, ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിച്ചേണ്ട മാതാവേ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ വിഷയത്തിനൊരു പരിഹാരം എന്റെ കർത്താവ് തരുവാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറയട്ടെ. ശീഘ്രത്തിൽ ചില വിടുതലുകൾ, ശീഘ്രത്തിൽ ചില മാറ്റങ്ങൾ ദൈവതമ്പുരാൻ നൽകി തന്നെ തരും. നിന്റെ ശരീരത്തിന്റെ അവസ്ഥ നീ നോക്കണ്ട, ശരീരത്തിന്റെ അസ്വസ്ഥത നോക്കണ്ട. ഇന്ന് പകൽ ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കുക. എന്റെ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ എന്റെ ചെവി മന്ദമായിട്ടില്ല. ആത്മപ്രവാഹം ഇന്നും വെളിപ്പെടുകയാണ്. സ്വർഗീയ പിതാവേ, പ്രിയമ്മച്ചി ഏൽപ്പിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉച്ചമുതലുള്ള കാലം വരെ ദൈവത്തിന്റെ ശക്തന നിറങ്ങട്ടെ. ഹല്ലേലൂയ. ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, സഭകളുടെ വിടുതലിന് വേണ്ടി, ചില കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി
എന്റെ മാതാവേ, നിന്നെ പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥനായുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. ദൈവശക്തിയോട് ഉണരട്ടെ. മനുഷ്യൻ പലതും പറഞ്ഞോട്ടെ, നിന്ദിച്ചവരും പരിഹസിച്ചവരും വേദനപ്പെടുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും ഒക്കെ ഉണ്ട്. പക്ഷേ അതിന് നടുവിലും നീ എന്റെ സന്നദ്ധിയിൽ മൗനമായിരുന്ന് ആമേൻ ഹല്ലേലൂയ അവരോടൊന്നും മറുപടി പറയാതെ പ്രാർത്ഥിച്ചത് കൊണ്ട് എത്രയോ മറുപടികൾ കാണുവാൻ ഇടയായി. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ മറുപടി കാണും, ദൈവമഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ ആമേൻ. ഒരു പാട്ടിന്റെ ഇരടികൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഷൈജു പാസ് ഒന്ന് പാടാൻ പറ്റുമോ? ഷൈജു പാസ് ഒന്ന് പാടാൻ പറ്റുമോ? നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, തിരുഹിതം പോ. ഞാൻ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. Thank you, Holy Spirit. ഷൈജുപാസെ ആര് വന്നാൽ, ആര് പ്രവർത്തിച്ചില്ലെങ്കിലും, ഷൈജുപാസെ ആരൊക്കെ തടസ്സമായി വന്നാലും, ഇതൊക്കെ ചെയ്യുന്നത് വെറുതെയാ, നീ എന്തിനാ ഇപ്പോഴും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് പലരും നിരുത്സാഹപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നു, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരിണങ്ങിയ ഒരു പാനപാത്രമായി ഞാൻ ഉപയോഗിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്, ശക്തിയോടെ നിൽക്കാൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ദാവീദിന്റെ സഹോദരന്മാർ പലരും വിചാരിച്ചിട്ട് അവർ വലിയ അഭ്യാസികളാ, എക്സ്പീരിയൻസ് ഉള്ളവരാ, പക്ഷേ അവരെ കൊണ്ട് കഴിയാത്തത് കാട്ടിക്കടന്ന ഒരുവനെ, ഒളിഞ്ഞു കിടന്ന ഒരുവനെ ദൈവം പുറത്തു കൊണ്ടുവന്ന് ആമേ പട്ടണത്തിൽ ദൈവം ഉപയോഗിച്ചതുപോലെ, പട്ടണത്തിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചതുപോലെ എന്റെ മകനെ ഈ ദിവസങ്ങളിൽ ദൈവത്തമ്പുരാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാ. മുമ്പന്മാർ പലരും പിൻപന്മാരാകും. ഹല്ലേലൂയ. ഒതുങ്ങിക്കിടക്കുന്ന നിന്നെ പട്ടണത്തിൽ ഞാൻ കൊണ്ടുവരും. നീ എന്റെ സന്നിധി രഹസ്യമായി ആമേ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ കർത്താവേ എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ, മിനിസ്ട്രിയിൽ എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാചകങ്ങൾ സ്വർഗത്തിലെ ദൈവം അവൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ്. അവൻ ഞാൻ പല ഐഡിയകൾ ഞാൻ നൽകിത്തരും, പല ആലോചനകൾ നൽകിത്തരും, പല ആശയങ്ങൾ ഞാൻ നൽകിത്തരും, പകർത്തിത്തരും. നീ എന്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് ഹല്ലേലൂയ ദൈവം ദാവീദിനോട് പറഞ്ഞതുപോലെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയത്തെ പകർത്തുവാൻ, ദൈവത്തിന്റെ ഹൃദയത്തിലായിരിക്കുന്നത് നിന്നോട് ദൈവം വെളിപ്പെടുത്തും. ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് മുന്നേറുക. എന്റെ കർത്താവിന് പ്രായ വിഷയമല്ല, സാഹചര്യ വിഷയമല്ല, കുടുംബ പശ്ചാത്തലം ദൈവത്തിന് വിഷയമല്ല. എനിക്ക് വേണ്ടി നിൽക്കാൻ നീ തയ്യാറാണോ? നിന്നെ ഉപയോഗിക്കാൻ ഞാൻ ശക്തനാണ്. ഈ ദിവസങ്ങളിൽ ഉണരട്ടെ, ആമേ കരയാൻ തയ്യാറാകട്ടെ. ഒരു പട്ടണത്തെ തന്നെ ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. ഒരു പട്ടണത്തെ മുഴുവനും ഞാൻ നിനക്ക് നൽകി തരാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി നിൽക്കുക. സ്വർഗ്ഗപിതാവേ, അഭിഷക്തനായി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യം, ഒരു വലിയ ദൈവ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ എന്റെ മകന്റെ മേലും വെളിപ്പെടട്ടെ. ആത്മശക്തിയോടെ നിറയട്ടെ. ദൈവ കൃപ പിന്നെ പകരട്ടെ. ഹല്ലേലൂയ. ചേർന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഷൈജു പാസ്റ്റർ ക്രമീകരിക്കുന്ന മീറ്റിംഗ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ആൾക്കാരൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവതമ്പുരാൻ ചെയ്തത് ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. സ്തോത്രം. കർത്താവ് തരുന്ന നിയോഗമനുസരിച്ച് ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാനാണ് കർത്താവിന് ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. തുടർന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. സ്തോത്രം. ഇത്രയും ക്വാളിറ്റിയുള്ള സഭ, എന്നിട്ടും ആ സഭയ്ക്കകത്ത് ആരില്ല? യേശു ഇല്ല. ആ വ്യക്തികളിൽ ആരില്ല? യേശുവില്ല. എന്തുകൊണ്ട്? യേശു ഉള്ളിൽ നിന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ ആ സഭയിൽ നിന്ന് മാറിപ്പോയി. സഭ എന്ന് പറയുന്നത് വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആമേൻ, 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 മണവാട്ടിയ, കർത്താവിന്റെ മണവാട്ടിയ. ഹല്ലേലൂയ. അവൻ ക്രിസ്തു ഉള്ള ഒരു മണവാട്ടിയ നമ്മൾ. എന്തുകൊണ്ട്? ക്രിസ്തു അവരിൽ നിന്ന് മാറിപ്പോയി. ഒരിക്കൽ കർത്താവ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതാ. സുവിശേഷം കൈക്കൊണ്ടതാ, സ്നാനപ്പെട്ടതാ, ആത്മാവിന്റെ നിറവ് പ്രാപിച്ചതാ. സ്തോത്രം. ദൈവദാസന്മാർക്ക് വേണ്ടി ജീവൻ കൊടുത്തു നിന്നതാ. എന്തുകൊണ്ട് ക്രിസ്തു അവരിൽ നിന്ന് മാറിപ്പോയി? ഞാൻ പറയാം. അവൻ ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ കാര്യം, അവർ വേറെ ഒരു സുവിശേഷത്തിലേക്ക് അവർ തിരിഞ്ഞു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 1-ന്റെ 6-ാമത്തെ ഒന്ന് വായിച്ചു സഹായിക്കാമോ? ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങൾ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. വേറൊരു സുവിശേഷത്തിലേക്ക് അവർ തിരിഞ്ഞു. വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയുടെ സുവിശേഷം. വേറൊരു സുവിശേഷം എന്താണ്? പാപം ചെയ്താലും കുഴപ്പമില്ല. വേറൊരു സുവിശേഷം എന്താണ്? ആമേൻ, പണം മാത്രം പെരുകുന്ന സുവിശേഷം. ക്രൂശ് വേണ്ട, കഷ്ടതയില്ല, വേദനയില്ല. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഈ യേശുവിലേക്ക് വന്നാൽ നിങ്ങൾ മുകേഷ് അംബാനിയെ പോലെയാകും. ഈ യേശുവിനെ അറിഞ്ഞാൽ നിങ്ങൾ യൂസഫ് അലിയെ പോലെയാകും എന്നാണോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പലരും ആ ഒരു നിലയിലേക്ക് പോകുകയാണ്. പ്രിയമുള്ളവരെ, ആമേൻ, ക്രൂശ് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന മുന്നോട്ട് പോകുന്ന ദൈവമക്കൾക്ക് മനസ്സിലാകും സുവിശേഷം ക്രൂശ് കഷ്ടതയാണ്. പല കഷ്ടതകളും വേദനകളും ഉണ്ട്. ആമേൻ. വേറൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് ക്രിസ്തു അവരൊന്ന് മാറിപ്പോയി. രണ്ടാമത് 3-3 ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിച്ചു. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ജഡം കൊണ്ട് അവസാനിപ്പിച്ചു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. തുടങ്ങിയപ്പോൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചതാ. ആരംഭം നല്ലതായിരുന്നു, പക്ഷെ അവസാനം ജഡത്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് പറയാനുണ്ട്, ആരംഭം ഒരു സിംഹം വന്നപ്പോൾ ആത്മാവിന്റെ മേൽ വന്നു, ഒരു കരടി വന്നപ്പോൾ ആത്മാവിന്റെ മേൽ വന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരംഭം നല്ലതായിരുന്നു. ഒരു ശൗല് പലപ്പോഴും ഉപദ്രവിച്ചുവെങ്കിലും ശൗലിനെ ഒരിക്കൽ കൈ കിട്ടിയതാ.
സ്വോത്രം സ്വോത്രം കൈ കിട്ടിയതാ. പക്ഷേ ശൗലിനെ ദാവീദ് കൊന്നില്ല. അഭിഷക്തനെതിരെ എനിക്ക് കൈ നീട്ടാൻ കഴിയത്തില്ല. എന്നിട്ട് കുറ്റബോധം അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് അവൻ മുറിച്ചെടുത്ത് അതുകൊണ്ട് ഒരു കുറ്റബോധം അവനുണ്ടായി. ഓ ഹല്ലേലൂയ. പക്ഷേ രാജാവായി കഴിഞ്ഞപ്പോൾ ഊരിയാവിന്റെ ഭാര്യയുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ഒരു കുറ്റബോധം വരുന്നില്ല, ഒരു കുറ്റബോധം ഉണ്ടാകുന്നില്ല. അവസാനം നാഥാൻ പ്രവാചകനെ വിടേണ്ടി വന്നു. എന്തിനാ? വിളിച്ചു പറയാൻ, നിന്റെ കുറവുകൾ വിളിച്ചു പറയാൻ. ഇന്ന് പ്രവാചകന്മാരൊന്നും കുറവുകൾ പറയാറില്ലല്ലോ. രക്തത്താൽ ചെയ്യാം. സ്തോത്രം. എല്ലാവരും മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പഴയ കാലത്ത് ആത്മാവ് ഉണ്ടായിരുന്നപ്പോൾ കുറ്റബോധം ഉണ്ടായിരുന്നു. ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ പോലും കുറ്റബോധം ഉണ്ടാവുകയും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ദൈവം എല്ലാ മേഖലകളിലും തൊട്ടിട്ടാ ഇവിടുന്ന് പോകുന്നത് കേട്ടോ. സ്വോത്രം 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 എന്ന് എനിക്കറിയത്തില്ല ഷൈജു പാഷ. ഇത് ഒരു ആത്മാവിന്റെ നിയോഗമുള്ള ഒരു മീറ്റിംഗ് ആയിട്ട് പരിശുദ്ധാത്മാവിനെ സ്തോത്രം എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ആത്മീയ പ്രചോദനമുണ്ട്, ഒരു ആത്മസാന്നിധ്യമുണ്ട്. സ്തോത്രം സ്തോത്രം. ഞാൻ ഇന്ന് ഒത്തിരി വിഷമത്തിലും ഒത്തിരി ഭാരത്തിലുമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, എനിക്കിന്ന് മീറ്റിങ്ങിന് ശുശ്രൂഷിക്കാൻ പോലുള്ള മനസ്സിന് ഒത്തിരി പ്രയാസമായ ഒരു അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ മീറ്റിങ്ങിന് കയറിയപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വളരെ നിയോഗിക്കുന്നുണ്ട്, പലയിടത്തും ഇടപെടുകയാണ്. പഴയകാലത്ത് വസ്ത്രത്തിന്റെ ആ വിളുമ്പ് മുറിച്ചെടുത്തപ്പോൾ കുറ്റബോധമുണ്ടായി ദാവീദിന്. പക്ഷെ ഇത്രയും വലിയ പാപം ചെയ്തിട്ട് ഊരിയാവിനെ കൊന്നു. എന്നിട്ട് പോലും ഒരു കുറ്റബോധം ദാവീദിന് വരുന്നില്ല. പ്രിയമുള്ളവരെ, മൊബൈലിൽ എന്തെങ്കിലും രഹസ്യമായതെല്ലാം കണ്ടും കേട്ടും മെസ്സേജ് അയച്ചാലും ഒരു കുറ്റബോധവും നിനക്ക് വരുന്നില്ലെങ്കിൽ ഓർത്തോ, ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കത്തില്ല. നിന്റെ കണ്ണുകൊണ്ടും നിന്റെ ഹല്ലേലൂയ പ്രവൃത്തി കൊണ്ടും ചെയ്തു പോയ തെറ്റുകൾ അത് തെറ്റല്ല എന്ന് തോന്നി നീ മുൻപോട്ട് പോകുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ബാധിച്ചുകൊണ്ടിരിക്കുന്നില്ല. ആരംഭത്തിലൊക്കെ ബാധിക്കും. പക്ഷെ വീണ്ടും നീ ആവർത്തിക്കപ്പെട്ട് പാപം ചെയ്യുമ്പോൾ ഹല്ലേലൂയ, എത്ര പേരോട് നിനക്ക് പിണങ്ങിയിരിക്കാൻ പറ്റും? എത്ര പേരോട് നിനക്ക് വിദ്വേഷം കാണിക്കാൻ പറ്റും? എത്ര പേരോട് നീ പക വീട്ടാൻ ആയിരിക്കുന്നു? ദൈവ പൈതലേ, ദൈവാത്മാവുള്ളവന് ഒരു കുറ്റബോധം ഉണ്ടാകും. ദൈവാത്മാവുള്ളവന് ആരൊരു പിണക്കം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ദൈവാത്മാവുള്ളവൻ ഹല്ലേലൂയ വെറുതെ നിൽക്കത്തില്ല. അവൻ വേഗത്തിൽ തന്നെ അവന്റെ പിണക്കം മാറ്റും, അവന്റെ വിദ്വേഷം മാറ്റും. ദൈവ സ്നേഹത്തിലേക്ക് അവൻ മടങ്ങി വരും. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ജഡം കൊണ്ട് എന്ത് ചെയ്തു? അവസാനിച്ചു. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, വേഗം മുന്നോട്ട് പോകട്ടെ. അടുത്തത് മൂന്നാമത്തെ കാര്യം, അവർ കൃപയിൽ നിന്ന് വീണുപോയി. 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ്. സ്വോത്ര ക്രിസ്തു അവരിൽ നിന്ന് വിട്ടുപോകാനുള്ള മൂന്നാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം വേറൊരു സുവിശേഷത്തിലേക്ക് നീങ്ങി. രണ്ടാമത്തെ കാരണം ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ജഡം കൊണ്ട് അവസാനിച്ചു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കൃപയിൽ നിന്ന് അവർ വീണുപോയി. സ്തോത്രം. ഷിംഷോന്റെ ജീവിതമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഒരൊറ്റ ഹല്ലേലൂയ 300 കുറുക്കന്മാരെ 2 കുറുക്കന്മാരുടെ വാല് ചേർത്ത് കെട്ടി പന്തം കൊളുത്തി ഫെലിസ്ത്യരുടെ വയലിലേക്ക് അയച്ച് അങ്ങനെ 300 കുറുക്കന്മാരെ പിടിച്ചു കെട്ടിയ വ്യക്തിയാണ് ഈ ഷിംഷോൻ. ഒരു കുറുക്കനെ പിടിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റില്ല, ഒരു കുറുക്കനെ പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ 300 കുറുക്കന്മാരെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയുള്ള ഒരുവൻ ശങ്കരാധികാരം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മുമ്പിൽ, ദലീലയുടെ മുമ്പിൽ കൃപയിൽ നിന്ന് വീണുപോകും. സ്തോത്രം. ഹല്ലേലൂയ. വീണുപോയി. അവസാനം സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്തില്ല? പറ്റിയില്ല. ആമേൻ. അവരുടെ ബന്ധനത്തിലായി. അവന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തി. കണ്ണ് കുത്തി പൊട്ടിച്ചു. സ്തോത്രം. കൃപയിൽ നിന്ന് വീണുപോയി. അടുത്ത 4-ാമത് പറയാം,
മാസങ്ങളും കാലങ്ങളും പ്രമാണിച്ചു വരികയാണ്. 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇന്ന് പെന്തക്കോസ്തുകാരും ഓണം ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളാരും സ്തോത്രം പറയുന്നില്ല. ആമേൻ. എന്തുവാ ഭാഷേ സ്തോത്രം. ഓണം വരുമ്പോൾ സ്തോത്രം വാഴയിലൊക്കെ ഇട്ട് ഒരു 10-25 കൂട്ടം കറികളൊക്കെ വെച്ച് 3 ഇനം പായസം വെച്ച് അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തുവാ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടല്ലേ? സ്തോത്രം. ഇപ്പൊ ഒരു ആഘോഷം പോലെയായി പെന്തക്കോസ്തുകാരുടെ വീടുകളിലും. സ്തോത്രം. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് ഇടുകയാണല്ലോ. ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട് എല്ലാരും കാണിക്കണം. ഒത്തിരി പെന്തക്കോസ്തുകാരുടെ സ്റ്റാറ്റസ് ഒക്കെ കണ്ട് വല്ലാത്ത പ്രയാസമായിപ്പോയി. അവരിങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്. എവിടെ? തിരുവോണത്തിന്റെ അന്നേ എല്ലാരും കൂടെ സ്തോത്രം സദ്യ ഉണ്ണുന്നത്. സ്തോത്രം. പഴയ ആചാരങ്ങളിലേക്ക്, പഴയ അനുഷ്ഠാനങ്ങളിലേക്ക്. സ്തോത്രം. ഏത് മതത്തിൽ നിന്ന് വന്നോ, ഏത് ആചാരത്തിൽ നിന്ന് വന്നോ അതെല്ലാം ഇപ്പൊ അരക്ഷിച്ചുകൊണ്ടിരിക്കുക. രണ്ടിപ്പോ സമൂഹത്തിലെ ഏത് പരിപാടി ഇപ്പൊ ഭയങ്കര ഉത്സവമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാവരും ആമേൻ ഒത്തൊരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാ. പ്രിയമുള്ളവരെ, നാം വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. സ്തോത്രം. നാം ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. യഹോവ ദൈവമാ വിശുദ്ധ ജാതിയാണ് നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി ദിവസങ്ങളിൽ ഉണരണം, ഒരുങ്ങണം. സ്തോത്രം. അടുക്ക ഒതുക്കത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. ഉണരാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അനേകർക്ക് മാതൃകയുള്ളവരായിരിക്കണം. കർത്താവിന്റെ വചനം പറയുന്നത് സ്തോത്രം. നീ മാംസം കഴിച്ചോ, പക്ഷേ മറ്റ് സഹോദരന് ഇടർച്ച വരുന്നുവെങ്കിൽ ഞാൻ ഒരു നാളും മാംസം കഴിക്കത്തില്ല. എന്താ? ആഭരണമിട്ട എന്നാ കുഴപ്പം? ചുരിദാറിട്ട എന്നാ കുഴപ്പം? കളർ ഷർട്ടിട്ട എന്നാ കുഴപ്പം? മീശ വെച്ച എന്നാ കുഴപ്പം? അതെല്ലാം ഒരുതരം വാശിയുടെ പുറത്ത് ചെയ്യുന്നതാ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ മറ്റൊരു സഹോദരൻ ബലഹീനനാണെങ്കിൽ അവന് നീ ഇടർച്ച വരുത്തുന്നെങ്കിൽ ഹല്ലേലൂയ, അത് ബുദ്ധിമുട്ടാകട്ടോ. കർത്താവിന്റെ വചനമാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇങ്ങനെ ആമേൻ ഒരു കൾച്ചർ ഈ രീതിയിലാ. പിതാക്കന്മാരൊക്കെ സ്തോത്രം ആഭരണം ഇട്ടാൽ തെറ്റാണെന്ന് ചോദിച്ചാൽ അവൻ സ്തോത്രം പാസ്റ്റേ, ഞാന് മാസ്റ്റർ ഡിഗ്രി എടുത്തതാ, എനിക്കറിയാം. പക്ഷേ കേരളത്തിൽ ചില കാര്യങ്ങളുണ്ട്. വേദപുസ്തക അടിസ്ഥാനത്തിലാ ഇടർച്ച വരുത്തുന്ന കാര്യം ഞാൻ പറയട്ടെ. സ്തോത്രം. പഴയ കാലത്തൊക്കെ കർത്താവിന്റെ നാമനിമിത്തം ആഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ച്, പഴയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് യേശുവേ അങ്ങ് മാത്രം മതി എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ച നമ്മുടെ പിതാക്കന്മാരുണ്ട് കേട്ടോ. നമ്മുടെ അമ്മമാരുണ്ട്. അവർക്ക് നാം ഇടർച്ച വരുത്തരുത്. അവർക്കൊരു വേദന വരാൻ ഇടയാകരുത്. നിങ്ങൾ എല്ലാവരും വിചാരിക്കുക തുവിയൂർ സഭയിൽ പോയിട്ടായിരിക്കും പാസ്റ്റർ ഇപ്പം പാരമ്പര്യം പറയാൻ തുടങ്ങിയത്. സ്തോത്രം. ഞാൻ ഇന്ന് യൂത്താണ്, ശക്തമായി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. യൂത്തിനെ ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന ഒരു ഹെയർ സ്റ്റൈലും വേണ്ട, മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന ഒരു പൊടിമീശയും വേണ്ട കേട്ടോ. മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന ഒരു പരിപാടിയും വേണ്ട. എനിക്കറിയാം ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കാവ്യമാധവനെ പോലെ ആകാൻ വേണ്ടി കാവ്യമാധവന്റെ രീതിയിലുള്ള ചുരിദാർ ഇടണമെന്നില്ല. സ്തോത്രം. ആമേൻ. വിജയുടെ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി ഹെയർ സ്റ്റൈൽ മാറ്റണ്ട. നിന്റെ മുഖത്ത് ആമേൻ നിന്റെ ഫേസിന് ക്രമീകരിക്കുന്ന ഹെയർ സ്റ്റൈൽ വെച്ചാൽ മതി. ഇപ്പൊ എനിക്കോ ഷൈജു പാസിനൊന്നും എനിക്ക് തോന്നുന്നില്ല ഹെയർ സ്റ്റൈല് ഇനിയിപ്പം മാറ്റാൻ പറ്റുന്നത്. കാരണം എല്ലാം കൂടാതെ പോയിരിക്കുക, വലിയ പരുവത്തിലായിരിക്കും. സ്തോത്രം. വലിയ മുടിയൊന്നുമില്ല. അവൻ ബിനുപാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സ്തോത്രം ഒരു രോമം വീണമെങ്കിൽ ഒരു 10 വർഷമെങ്കിലും എടുക്കും. സ്തോത്രം. താഴെ വീണമെങ്കിൽ അത്രയും കട്ടിയാ. ഒരു മുടി പോലും പോയിട്ടില്ലെന്നുള്ളതാണ് അദ്ദേഹത്തിന്. സ്തോത്രം. ഇന്നും ചെറുപ്പക്കാരനായിട്ടിരിക്കുക അദ്ദേഹം. സ്തോത്രം. ഹല്ലേലൂയ. നല്ല ചെറുപ്പവും അദ്ദേഹം. ഞങ്ങളൊക്കെ പൈസ എന്നവരായി ഇങ്ങനെ ആയിരിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിനെ കൊള്ളാവുന്ന
നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന, അല്ലാതെ ഏതെങ്കിലും സിനിമാ നടന്മാരെ കണ്ടോ ഏതെങ്കിലും ഫാഷൻ കണ്ടോ നമ്മുടെ രീതി മാറാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ മുഖത്ത് ചേരുന്ന, നമ്മുടെ ശരീരത്തിന് ചേരുന്ന വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാനായിട്ട് തയ്യാറാകണം. സ്തോത്രം, സ്തോത്രം. അനീഷ് കാവാലം ഭാഷ പറയുന്ന പോലെ ഇറുകിപ്പറ്റിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് വെറുതെ മറ്റുള്ളവരെ മോഹിപ്പിക്കാനായിട്ട് ഇടയാക്കരുത്. അവയെ സ്തോത്രം. മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി നാം ജീവിക്കാൻ തയ്യാറാകണം. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയാകണം. സ്തോത്രം. അപ്പോൾ മാസങ്ങളും കാലങ്ങളും പ്രമാണിക്കുന്നു. അവൻ എല്ലാവരും കേൾക്കണമേ. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ കർത്താവ് ശ്രമപ്പെടുകയാണ്. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ട് ക്രിസ്തു അവരിൽ നിന്ന് മാറിപ്പോ എന്ന് ചോദിച്ചാൽ, ഒന്ന് വേറൊരു സുവിശേഷത്തിൽ നീങ്ങി, 2 ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടാണ് അവർ അവസാനിപ്പിച്ചത്. 3 കൃപയിൽ നിന്ന് അവർ വീണ് പോയി. 4 മാസങ്ങളും കാലങ്ങളും പ്രമാണിക്കുന്നു. ആമേൻ. അങ്ങനെ ആണ് ക്രിസ്തു അവരിൽ നിന്ന് അവൻ പോയത്. എന്നാൽ സ്തോത്രം, ഞാൻ ആത്മാർത്ഥതയോടെ വിളിച്ചു പറയാം, ക്രിസ്തു നമ്മുടെ അകത്ത് ഹല്ലേലൂയ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ 2 കാര്യം സംഭവിക്കും. ഒന്ന്, സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും. ഏത് സ്വഭാവം? എന്ത് സ്വഭാവം? നമ്മുടെ പഴയ സ്വഭാവങ്ങളെല്ലാം നാം ഉരിഞ്ഞുകളയും. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വരും. ഏതാണ് ക്രിസ്തുവിന്റെ സ്വഭാവം? ഹല്ലേലൂയ. ക്ഷമിക്കുന്ന സ്വഭാവം, ഹല്ലേലൂയ. സഹിക്കുന്ന സ്വഭാവം, സ്നേഹിക്കുന്നതിന്റെ സ്വഭാവം, ഹല്ലേലൂയ. അതിലേക്ക് ഞാൻ നീങ്ങുന്നില്ല, ഒത്തിരി കാര്യം പറയാനുണ്ട്. ആമേൻ. രണ്ടാമത് പറയുന്നത്, ക്രിസ്തു നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ ചില ദൈവ പ്രവർത്തികൾ നമ്മളിലൂടെ വെളിപ്പെടും. സ്തോത്ര, സ്തോത്രം. ആരെന്നാ വിചാരിച്ച ക്രിസ്തു? ഹല്ലേലൂയ. നിസ്സാരമായി നമ്മൾ കാണരുത് കേട്ടോ. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആമേൻ, ആമേൻ. നമ്മുടെ അകത്തിരിക്കുന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. സ്തോത്ര, 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 സ്തോത്രം. ഞാന് ഒരു ഉദാഹരണം പറയാം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ആ ഭാഗം ഞാൻ എടുത്തു പറയാം. ഒരിക്കൽ ആമേൻ കതിരുമരം കൊണ്ട് പെട്ടകമുണ്ടാക്കി. ആ പെട്ടകം ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവച്ചു. സമാഗമന കൂടാരത്തിൽ ഏറ്റവും കൃപാസനത്തിൽ സന്നിധിയിലാണ് കൊണ്ടുവച്ചത്. 2 വർഷം എടുത്തു ആ പെട്ടകം പണിയാൻ. അതിനുശേഷം 38 വർഷം ആ പെട്ടകം എവിടെ ഇരുന്നു? ദൈവസന്നിധിയിൽ തന്നെ ഇരുന്നു. സ്തോത്ര, സ്തോത്ര, സ്തോത്രം. വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ വന്ന് ഹല്ലേലൂയ ആമേൻ മനുഷ്യന്റെ പാപങ്ങൾക്ക് മോചനം നൽകുവാനായിട്ട് മഹാപുരോഹിതൻ ആമേൻ സ്തോത്രം അവിടെ കടന്നു വരുമായിരുന്നു. പക്ഷേ ഞാൻ ഈ പെട്ടകത്തോട് ചോദ്യം ചോദിച്ചു, പെട്ടകമേ, സമാഗമന കൂടാരത്തിൽ പ്രാകാരത്തിലിരിക്കുന്നത് യാഗപീഠവും താമരത്തൊട്ടിയും ഒക്കെയാ. പിന്നെ വിശുദ്ധ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ ആമേൻ അതിവിശുദ്ധ സ്ഥലം. മനുഷ്യരെല്ലാം കാണുന്നത് താമരത്തൊട്ടിയെയും യാഗപീഠത്തെയുമാണ്. ഈ പെട്ടകത്തെ ആർക്കും കാണാൻ കഴിയുന്നില്ല. ഞാൻ പെട്ടകത്തോട് ചോദിച്ചു, പെട്ടകമേ, നിനക്ക് എന്നാ വരാൻ സമയമായില്ലേ? നീ എന്നാ പുറത്തൊന്നു വരുന്നത്? 38 വർഷം കൊണ്ട് കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ദൈവ സാന്നിധ്യം ഈ പെട്ടകത്തിന്റെ മേൽ ആവസിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടകം പറയും, 38 വർഷമായി എനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. 2 വർഷം എന്നെ പണിതു, 38 വർഷം ഞാൻ ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ 40 വർഷം. താമരത്തൊട്ടി ആൾക്കാർ ഒത്തിരി പേര് കാണുന്നുണ്ട്, യാഗപീഠത്തെ ഒത്തിരി പേര് കാണുന്നുണ്ട്. പക്ഷെ എന്നെ ആർക്ക് കാണാൻ കഴിയുന്നില്ല. വർഷത്തിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ വന്ന് എന്നെ കാണുന്നുണ്ട്. പക്ഷേ ആമേൻ, ഒരു നാൾ ഞാൻ പുറത്തു വരും, ഒരു നാൾ ഞാൻ പുറത്തു വരും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിന്റെ നിറവിൽ വിളിച്ചു പറയാം, സ്തോത്ര, സ്തോത്ര, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മേൽ പകരപ്പെട്ട കൃപ പോലെ താമരത്തൊട്ടിയുടെ മേൽ പകർന്നിട്ടില്ല. നിന്റെ മേൽ പകരപ്പെട്ട ദൈവ സാന്നിധ്യം പോലെ യാഗപീഠത്തിന്റെ മേൽ പകരപ്പെട്ടിട്ടില്ല. പ്രാകാരത്തിൽ വന്നിട്ടില്ല, വിശുദ്ധ സ്ഥലത്ത് വന്നിട്ടില്ല. അവൻ നിന്റെ മേൽ പകരപ്പെട്ടതുപോലെ ആർക്കും വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ നിന്നെ ഒരു നാള് ദൈവതമ്പുരാൻ പുറത്തു കൊണ്ടുവരും. ഗ്ലോറി. ഹല്ലേലൂയ. ഇത് ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കൽ ഈ പെട്ടകത്തെ കൊണ്ടുവന്നു. എവിടെയാ? ഹല്ലേലൂയ.
അവൻ കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ കൊണ്ടുവന്നു. കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ കൊണ്ടുവന്നതോ ഇതാ പെട്ടകം ചുമക്കുന്ന പുരോഹിതൻ കാല് ചവിട്ടിയപ്പോൾ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും മാറാത്ത യോർദാൻ, എലീശ പ്രവാചകന്റെ ശിഷ്യന്റെ ഹല്ലേലൂയ അവൻ കോടാലി പോലും വിഴുങ്ങിയ യോർദാൻ ഹല്ലേലൂയ ഇതാ രണ്ടായി ചിറക് പോലെ മാറുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയാം, പെട്ടകം ചുമക്കുന്ന നീയാണോ? യേശുവാകുന്ന പെട്ടകം ചുമക്കുന്ന നീയാണോ? നിന്റെ മുമ്പിൽ കരകവിഞ്ഞൊഴുകുന്ന മരണ നദിയാകുന്ന യോർദാൻ, കഷ്ടതയുടെ നദിയാകുന്ന യോർദാൻ, രോഗമാകുന്ന യോർദാൻ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നീങ്ങുവാൻ പോകുകയാണ്. സർവശക്തൻ സർവശക്തനായ അരിമനാഥനായ യേശുവിനെ നീ ചുമന്നുകൊണ്ട് പോകുമ്പോൾ നിന്റെ മുമ്പിൽ യോർദാൻ രണ്ടായി മാറും. സ്തോത്രം. അടുത്ത ഞാൻ പറയാം, ആ പെട്ടകത്തെ കൊണ്ട് ഹല്ലേലൂയ ദാഗോന്റെ ക്ഷേത്രത്തിന്റെ അടുക്കൽ കൊണ്ടുവച്ചു. അടുത്ത ദിവസമായപ്പോൾ ദാഗോൻ ഇതാ മറഞ്ഞു കിടക്കുകയാ. അവർ വിചാരിച്ചു സ്വോത്ര കാറ്റുകൊണ്ടാ മറഞ്ഞെന്ന് വിചാരിച്ച് വീണ്ടും പ്രതിഷ്ഠിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചൊക്കെ നിർത്തി. അടുത്ത ദിവസം വീണ്ടും വന്നപ്പോൾ ഇതാ ഹല്ലേലൂയ കാല് വേറെ കിടക്കുന്നു, കൈ വേറെ കിടക്കുന്നു, ഉടല് വേറെ കിടക്കുന്നു, അവൻ എല്ലാം ആമേ തല വേറെ കിടക്കുകയാണ്. എന്താ അവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ അവർ വിചാരിച്ചത് ഇതൊരു പെട്ടകം മാത്രമാണ്, ഇത് വേറെ ഒന്നുമല്ലെന്ന്. അമ്മേ സ്തോത്രം. ഇസ്രായേൽ ജനം പരാജയപ്പെട്ടിട്ടാണ് ആ പെട്ടകം ഇവർ പിടിച്ച് ഫിലിസ്ത്യരുടെ കൊണ്ടുവന്നത്. എന്നാൽ അമ്മേ സ്തോത്രം ഇസ്രായേൽ ജനം പരാജയപ്പെട്ട കാര്യം നമുക്കറിയാം, അവർ പാപം ചെയ്തുകൊണ്ടാ. പക്ഷെ എത്ര പാപം ചെയ്താലും സ്തോത്രം പെട്ടകത്തിനൊരു മാറ്റം വരുന്നില്ല കേട്ടോ. പെട്ടകത്തിന് ഒരു വ്യത്യാസം വരുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിനെ നിറവിൽ വിളിച്ചു പറയാം, അമ്മേ സ്തോത്രം നിന്റെ ദേശത്ത് വ്യാപരിക്കുന്ന, നിന്റെ കുടുംബത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അവനവെ ചില ദുഷ്ടന്റെ ചില ദൃഷ്ടികളെ, ഹല്ലേലൂയ ചില പൈശാചിക മണ്ഡലങ്ങളെ, ചില വരുത്തുപോക്ക് വ്യാപാരങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പെട്ടകം നിന്റെ ഭവനത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ നടക്കത്തില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്നെ രോഗിയാക്കി മാറ്റുവാൻ, നിന്നെ തളർത്തിക്കളയാൻ, നിന്നെ വെല്ലുവിളിക്കുന്ന ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ, ചില വരുത്തുപോക്ക് വ്യാപാരങ്ങൾ, വരുത്തുപോക്ക് ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുകയാ. സ്വോത്രം. ഫെലിസ്ത്യർ ഭയപ്പെട്ടുപോയി. ഇത്രയും ദൈവശക്തി ഉണ്ടായിരുന്നു ഇതിന്റെ മേല്. ചിലരൊക്കെ ഭയപ്പെടുന്ന നിലയിലേക്ക് ദേശത്ത് നീ ആരാധിക്കുന്ന ദൈവം ആരെന്നുള്ളത്, യേശുക്രിസ്തു ആരെന്നുള്ളത് ദേശം അറിയാൻ പോയ, നീ വിശ്വസിക്കുന്ന യേശു, നീ അംഗീകരിച്ച യേശു, ഹല്ലേലൂയ നിന്റെ ഉള്ളിൽ സ്വീകരിച്ച യേശു ആരെന്നുള്ളത് ദേശം അറിയാൻ പോകുകയാണ്. ഉടനെയുള്ള ഹല്ലേലൂയ. മൂന്നാമത് ഞാൻ പറയട്ടെ, ഈ പെട്ടകമായിരുന്നു ഓബേദേദോമിന്റെ ഭവനത്തിൽ വച്ചിരുന്നത്. കാരണം 3 മാസമേ വച്ചുള്ളൂ. പക്ഷേ ഹല്ലേലൂയ 3 മാസത്തിനുള്ളിൽ ആമേൻ ഓബേദേദോമും അവന്റെ കുടുംബവും അവന്റെ സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. രക്തത്താൽ ജയം. ഉടാബാല ശംബരാധര. യേശുവിന്റെ നാമത്തിൽ ഈ പെട്ടകം നേരെ ഇരുന്ന 20 വർഷം ഇരുന്ന ആമേ ഭവനമുണ്ട്. ഈ പെട്ടകം 20 വർഷം ഇരുന്ന അബീനാദാമിന്റെ ഭവനമുണ്ട്. പക്ഷെ അതുപോലെ അല്ല നിന്റെ ഭവനത്തിൽ ഇരിക്കേണ്ടത്. ഒത്തിരി നാള് പെട്ടകം ഇരിക്കുന്നത്, ഹല്ലേലൂയ എത്ര നാള് പെട്ടകം നിന്റെ ഭവനത്തിൽ ഇരിക്കുന്ന അത്ര നാളും ദൈവകൃപയോടെ നിൽക്കുമെങ്കിൽ, ഹല്ലേലൂയ ക്രിസ്തുവാകുന്ന പെട്ടകം നിന്റെ ഭവനത്തിൽ ഇരിക്കട്ടെ. ക്രിസ്തു നിന്റെ അകത്തുണ്ടെങ്കിൽ, സ്തോത്രം ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ, നിന്റെ ക്യാൻസർ വിഷയമല്ല, നിന്റെ ഏത് രോഗം വിഷയമല്ല, നിന്റെ ഏത് ഭാരങ്ങളും വിഷയമല്ല. ഹല്ലേലൂയ. ആ യേശുവിന്റെ അടുക്കിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ.
രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലുണ്ടോ എന്നുള്ള ആ ചോദ്യം കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ശൂന്യമാണ്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കർത്താവേ യേശുവിനെ വിട്ട്, യേശു തന്ന കൃപ വിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ അനുവദിക്കരുതേ കർത്താവേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഹല്ലേലൂയ. ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം ഞങ്ങളുടെ ജീവിതം എന്നും ഒരു അനുഗ്രഹം തന്നെയാണ് കർത്താവെ. ഭൂമിയിൽ ഒരുപാടൊന്നും സമ്പാദിക്കാനോ, ഒരുപാട് വലിയ വീട് വെക്കാനോ, ഒരുപാട് വലിയ നന്മ പ്രാപിക്കാനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ക്രിസ്തുവിനെ വിട്ടുള്ള ജീവിതം ഒന്നും വേണ്ടപ്പാ. ഈ ജനത്തെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഷൈബി പാസ്റ്ററെ, ഒരു കുടുംബത്തെ എല്ലാവരും ഏൽപ്പിക്കുക. അനുഗ്രഹിക്കണം. ഈ പ്രാർത്ഥന ശക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ച യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന. നല്ല പിതാവേ, ആമേൻ. ഈ അവസരം ഒരുക്കിയ